തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ KV ജെട്ടി, കാട്ടിൽ മാർക്കറ്റിന് സമീപമുള്ള KV ജെട്ടിയിലെ സിറ്റി ബോട്ട് ക്ലബാണ് തുഴയുന്നത്. ആരോമലാണ് അതിന്റെ ക്യാപ്റ്റനെങ്കിൽ മൂന്നാം ട്രാക്കിൽ താണിയൻ ദി ഗ്രേറ്റ് ആണ്. താണിയൻ ദി ഗ്രേറ്റ് KBC കൊറുങ്കോട്ടയാണ്, എറണാകുളമാണ് തുഴയുന്നതെങ്കിൽ ബിജു വെട്ടൂരാണ് അതിന്റെ ക്യാപ്റ്റൻ. അങ്ങനെ കുറുപ്പംപറമ്പനും ദാനിയലും താണിയൻ ദി ഗ്രേറ്റും ഇതാ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും കടന്നു വരുമ്പോൾ ഒന്നാം ട്രാക്കിൽ കുറുപ്പുപറമ്പനാണ്, രണ്ടാം ട്രാക്കിൽ ദാനിയലാണ്, അതുപോലെ മൂന്നാം ട്രാക്കിൽ താണിയൻ ദി ഗ്രേറ്റ്. തയ്യാറായി നിൽക്കുന്ന കാഴ്ച കണ്ടില്ലേ? സ്റ്റാർട്ടിംഗ് പോയിന്റില് ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ഇതാ ആരംഭിച്ചിരിക്കുന്നു. ഒന്നാം ട്രാക്കിൽ കുറുപ്പുപറമ്പൻ, രണ്ടാം ട്രാക്കിൽ ദാനിയല്, മൂന്നാം ട്രാക്കിൽ താണിയൻ ദി ഗ്രേറ്റ്. ഒന്നാം ട്രാക്കിലെ കുറുപ്പുപറമ്പൻ സൗഹൃദ ബോട്ട് ക്ലബ്ബ് പള്ളാത്തുരുത്തി ജയിക്കുമോ? ജയേഷ് ബാബുവിന്റെ ക്യാപ്റ്റൻസി ഇവിടെ വിജയിക്കുമെങ്കിലോ അത് നമുക്ക് കണ്ടറിയാം. രണ്ടാം ട്രാക്കിൽ ദാനിയല്, സിറ്റി ബോട്ട് ക്ലബ്ബ് KV ജെട്ടി ആണ് ദാനിയലിൽ കടന്നു വരുന്നത്. ആരോമൽ ജയിക്കുമോ? സിറ്റി ബോട്ട് ക്ലബ്ബ് KV ജെട്ടി ആരോമലിന്റെ നേതൃത്വത്തിൽ കടന്നു വരുമ്പോൾ മൂന്നാം ട്രാക്കിൽ താണിയൻ ദി ഗ്രേറ്റ് ആണ്, KBC കൊറുങ്കോട്ടയാണ് തുഴയുന്നത്. ക്യാപ്റ്റൻ ബിജു വെട്ടൂരാണ്. ബിജു വെട്ടൂർ ജയിക്കുമോ? ആരോമൽ ജയിക്കുമോ? അതോ ഇനി കറുപ്പുപറമ്പനും ദാനിയലും താണിയൻ ദി ഗ്രേറ്റ്, ബിജു വെട്ടൂര്, ആരോമല്, അതുപോലെ തന്നെ ജയേഷ് ബാബു. കുറുപ്പുംപറമ്പന്റെ ക്യാപ്റ്റൻ ജയേഷ് ബാബു ആണ്. ആര് ജയിക്കും? ജയേഷ് ബാബു ജയിക്കുമോ? ആരോമൽ ജയിക്കുമോ? ബിജു വെട്ടൂർ ജയിക്കുമോ? കുറുപ്പുംപറമ്പൻ ജയിക്കുമോ? ദാനിയൽ ജയിക്കുമോ? താണിയൻ ദി ഗ്രേറ്റ് ജയിക്കുമോ? ഏതായാലും ഇരുട്ടുകുത്തി ഈ ഗ്രേഡ് വള്ളങ്ങള് ഉജ്ജ്വലമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഇങ്ങനെ കടന്നു വരുന്ന കാഴ്ച കണ്ടില്ലേ? കാലമുഷസിന്റെ നാട്ടില് മാണിക്യമാലയുമായി മണിത്തേരിലെത്തിയിടവേ രോമഹർഷങ്ങൾ ഹംസങ്ങൾ നീങ്ങുന്നു മാമല നാടിൻ മനസ്സിൽ യമുനയിൽ എന്ന് വയലാർ പാടിയതുപോലെ മാമല നാട്ടിലെ ഈ മനസ്സിന്റെ യമുനയിൽ ഈ നീലച്ചലാറ്റിൽ 3 ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വള്ളങ്ങള് മണ്ണിൽ നിന്നും പിറന്നവരാണ് കടന്നു വരുന്നത്. മണ്ണിനെ പൊന്നണിയിച്ച സംസ്കാര ശില്പികളാണ് കടന്നു വരുന്നത്. പുതിയ യുഗത്തിന്റെ സന്ദേശവാഹകരാണ് കടന്നു വരുന്നത്. പുതിയ സംസ്കാരത്തിന്റെ ഗായകന്മാരാണ് കടന്നു വരുന്നത്. 1 കുറുപ്പുപറമ്പൻ, 2 ദാനിയല്, 3 താണിയൻ ദി ഗ്രേറ്റ്. ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് മത്സരം കാഴ്ചവെച്ചുകൊണ്ട് കുറുപ്പുപറമ്പനും ദാനിയലും താണിയൻ ദി ഗ്രേറ്റും അങ്ങനെ കുതിച്ച് പാടി വരുന്ന കാഴ്ച. ആര് ജയിക്കും? കലോത്സവ പ്രേമികള് ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നു. ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിൽ ഈ താരത്തങ്ങാടിയെ ഉറപ്പിക്കുന്നതാരായിരിക്കും? കുറുപ്പുപറമ്പനായിരിക്കുമോ? ദാനിയലായിരിക്കുമോ? താണിയനായിരിക്കുമോ? ഏതായാലും ശേഷം വിവരണത്തിന് ഓവർ ടു അജുമൻ. ഇരുട്ടുകുത്തി ബി ഗ്രേഡിന്റെ ഫൈനൽ മത്സരത്തിനതാ കളമൊരുങ്ങുകയാണ്. കുറുപ്പുപറമ്പനും ദാനിയലും താണിയൻ ദി ഗ്രേറ്റും 1974 ഫോർട്ട് കൊച്ചിയിലെ സാന്റോ മരിയ എന്ന വള്ളം താണിയത്ത് ഔസോ വാങ്ങി താണിയൻ വള്ളം എന്ന പേരിൽ മധ്യ കേരളത്തിന്റെ ജലചക്രവർത്തിയായി മാറിയെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് നേട്ടങ്ങൾ, എത്രയോ ഹാട്രിക് അടക്കം 2 ഹാട്രിക് അടക്കം നെഹ്റു ട്രോഫിയിൽ നേടിയിട്ടുള്ള വള്ളമാണ് താണിയൻ ദി ഗ്രേറ്റ്. 1974-ലും 75-ലും 76-ലും 77-ലും ട്രാൻസ്പോർട്ടർ വൈക്കം ഹാട്രിക് നേടിക്കൊടുത്ത താണിയൻ ദി ഗ്രേറ്റ്. 2012-ലും 13-ലും 14-ലും വിസ്മയ ബോട്ട് ക്ലബ് കാവാലം നേടിക്കൊടുത്ത ഹാട്രിക്കാണ് താണിയൻ ദി ഗ്രേറ്റിന്. പക്ഷേ ഇടാതെ പിടിക്കുകയാണ് ദാനിയേലും കുറുപ്പുപറമ്പനും. പക്ഷേ മധ്യ കേരളത്തിന്റെ തമ്പുരാൻ, മധ്യ കേരളത്തിന്റെ രാജകുമാരത മീനച്ചിലാറിലേക്ക് നീന്തി തുടിക്കുകയാണ്. ഇന്ന് മീനച്ചിലാറ് ഈ ഇതിഹാസ ചരിത്ര പുരുഷന്റെ വരവ് കാണാൻ കാത്തിരിക്കുകയാണ്. മധ്യ കേരളത്തിന്റെ ചരിത്ര പുരുഷത നീന്തി തുടിക്കുന്നു. ആവേശകരമായ
കുറുപ്പ് കപ്പല് വിത്തള്ളിക്കൊണ്ട് ഫിനിഷിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ ഇതാ ഈ കുറുപ്പ്